നൈക്ക ഫാഷൻ ആപ്പിൽ നിന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലിപ്പ് ഡ്രസ്സാണ് സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനത്തെ കൈയൊന്നുമില്ലാത്ത ഡ്രസ്സാകുമ്പോൾ അധികം ആൾക്കാരും നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണെങ്കിലും കൈയൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ സ്റ്റൈൽ ചെയ്യാൻ ഞാൻ 3 ഐഡിയാസ് പറയാം. ഒന്ന്, നമുക്ക് നല്ല ട്രഞ്ച് കോട്ടോ ബ്ലേസേഴ്സോ ഡെനിം ജാക്കറ്റോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആക്കിയിട്ട് യൂസ് ചെയ്യാം. ഇനി നമ്പർ 2 നമുക്കിതിൻ്റെ ഉള്ളിൽ ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട് ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു സ്വെറ്റ് ഷർട്ടൊക്കെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ഫുൾ സ്ലീവ് ടീഷർട്ടൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ 4 ആക്കിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ 4 ഡ്രസ്സുകൾ ഏതെങ്കിലും ഈ ചിത്രത്തിൽ കാണുന്ന ടൈപ്പ് ഡ്രസ്സുകളാണ്. സോ ഇങ്ങനത്തെ ഡ്രസ്സാക്കിയിട്ട് യൂസ് ചെയ്യാം. ഇനി നമ്പർ 3 നമുക്കിത് ജസ്റ്റ് സ്കേർട്ടാക്കിയിട്ട് ഇതിലേക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ടോപ്സ് ആക്കിയിട്ട് അതും യൂസ് ചെയ്യാം. കാരണം നമുക്കിതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഏകദേശം ഒരു ഹാഫ് പോർഷൻ നമുക്ക് ഡ്രസ്സ് ഇല്ലാണ്ടാണ് വരിക. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇത് സ്കേർട്ട് മാത്രം ആക്കാം, എന്നിട്ട് അതിലേക്കൊരു ടോപ്പ് വരാം. സ്കേർട്ടും ടോപ്പും ആക്കിയിട്ട് അങ്ങനെ. സോ അതാണ് 3 സ്റ്റെപ്സ് അല്ലെങ്കിൽ 3 ടിപ്സായിട്ട് നമുക്ക് പറയാൻ പറ്റുക. നെക്സ്റ്റ് ഇനി ഇങ്ങനൊരു ഡ്രസ്സിലേക്ക്, ഇപ്പോൾ ഒരു മൾട്ടി കളേർഡ് പ്രിൻറ്റഡ് ഡ്രസ്സിലേക്കൊക്കെ ഹിജാബ് നമ്മൾക്ക് എങ്ങനെ ചൂസ് ചെയ്യാം ബോറില്ലാതെ എന്നൊക്കെ നോക്കാം. അപ്പോൾ അതും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ടോട്ടലായിട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്കൊന്ന് വൈഡായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ബിഫോർ ദാറ്റ്, ഇറ്റ്സ് മീ ലുലു ആൻഡ് വെൽക്കം ബാക്ക് ടു ലുലു ഹിജാബ്സ് ആൻഡ് ക്ലോത്ത്സ്. സോ ഇൻ്റർനാഷണൽ സ്റ്റൈൽസൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുന്നത് നൈക്ക ഫാഷൻ ആപ്പിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് ആപ്പുണ്ട്, സ്റ്റോറുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്ലിപ്പ് ഡ്രസ്സസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോട്ടോയിൽ കണ്ട അതേ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് എനിക്ക് കയ്യിൽ കിട്ടിയത്. 2 ആഴ്ചൻ്റെ ഉള്ളിലായിട്ടാണ് ഡെലിവറി ഉള്ളത്. കുഴപ്പമില്ല, നല്ല ഡെലിവറി ആയിരുന്നു. 2 പാക്കേജസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫോണിൽ കണ്ട അതേ കളറും പ്രൊഡക്റ്റും സൈസും ഒക്കെ നമ്മൾ ഫോണിൽ കണ്ട എക്സാക്റ്റ് പ്രൊഡക്റ്റായിരുന്നു വന്നപ്പോൾ അതിന് വ്യത്യാസമൊന്നും തോന്നിയില്ല. പിന്നെ പ്രിൻസൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പ്രിൻസാണ് കേട്ടോ. അതിൻ്റെ കളേഴ്സും നല്ലൊരു കുറച്ച് ക്വാളിറ്റി ഉള്ള കളേഴ്സാണ്. ഷിഫോണാണ് മെറ്റീരിയൽ, പക്ക ഷിഫോണാണ്. സ്റ്റൈലി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഉള്ളിൽ നല്ല തിക്കായിട്ടുള്ള ലൈനിങ് ഉണ്ട്. ചില ഡ്രസ്സുകളൊക്കെ നമ്മൾ നല്ല ഭംഗിയുള്ളത് നോക്കുമ്പോൾ സ്മോളും മീഡിയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഡബിൾ ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വന്നിട്ട് ഒരു പോളിസ്റ്റർ ലൈനിങ് ഉണ്ട്. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ് ആണ് കേട്ടോ. പിന്നെ ഇതൊരു പ്ലസ് സൈസ് പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. ഡബിൾ കഴിഞ്ഞിട്ടുള്ള സൈസിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ 1299 രൂപയാണ് ഞാൻ വാങ്ങുന്ന സമയത്ത്. പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നൈക്ക ഫാഷൻ ആപ്പിൽ എൻഡ് ഓഫ് സീസൺ സെയിൽ നടക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഓഫർ ടൈമാണ്. അപ്പം അതുകൊണ്ട് 845 രൂപക്കെറ്റാണ് നമുക്ക് ഇപ്പം ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഭയങ്കര ഡിഫറൻസിൽ ആണ് നടക്കുന്നത്. സോ നിങ്ങൾ നൈക്ക ഫാഷൻ ആപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഫെസ്റ്റീവ് സീസണിൽ എൻഡ് ഓഫ് സീസൺ സെയിൽസ് അത് അല്ലെങ്കിൽ ഇതേപോലത്തെ ഓഫർ ടൈമിലൊക്കെ വാങ്ങുക. കാരണം അത്രയും പ്രൈസ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇതിൽ വന്നിട്ട് ഈ ഒരു എലാസ്റ്റിക് പോർഷൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് കാണാൻ നല്ല ക്യൂട്ടാണ്. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഏരിയ വരെ അങ്ങനെ ആ ഒരു കുഞ്ഞു ലെയർ വന്നിട്ട് പഫ് വന്നിട്ടാണ്. ബാക്കി നമുക്ക് ഫ്ലെയർ ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇത്. അപ്പം ഞാൻ വാങ്ങിയത് 1200 ആണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൈസ് എത്ര ഡിഫറൻസിൽ ഇടുന്നതെന്ന്. അപ്പോൾ ഓൺലൈനിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് എപ്പോൾ വാങ്ങുകയാണെങ്കിലും എപ്പോഴും ഫെസ്റ്റീവ് സീസൺസ് ഒക്കെ സെലക്ട് ചെയ്യുക. അതുപോലെ ഓഫ്ലൈനായിട്ടും ഒക്കെ വാങ്ങുമ്പോഴും ഫെസ്റ്റീവ് സീസൺസ് ആണെങ്കിൽ കുറച്ചൊക്കെ 30%, 50% ഒക്കെ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് ഓഫറിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നത്. ഇനി ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റൈൽ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ഡ്രസ്സസ് യൂസ് ചെയ്തിട്ട് ഏതൊക്കെ കളേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇതിനെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് മൾട്ടി കളേഴ്സ് വരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഏത് കളേഴ്സാണ് ഇതിലേക്ക് ഏറ്റവും നന്നായിട്ട് മാച്ച് ചെയ്യാമെന്ന് ആൻഡ് ഏത് തരത്തിലാണിത് സ്റ്റൈൽ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാനിവിടെ ഒരു ടോപ്പ് യൂസ് ചെയ്തിട്ട് സ്കേർട്ടും ടോപ്പും ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രിൻറ്റഡ് ടോപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഒട്ടും ചേരുന്നില്ല. അപ്പോൾ നമ്മളുടെ സ്കേർട്ട് പ്രിൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടോപ്പ് എപ്പോഴും പ്ലെയിൻ ടോപ്പാണ് നല്ലത്. അത് തന്നെ നമ്മളുടെ സ്കേർട്ടിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കളർ ഏതാണ് ആ ഒരു കളറിൻ്റെ ടോപ്പാണ് നമ്മളെപ്പോഴും സ്കേർട്ടിലേക്ക് ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ നല്ലത്. സോ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് പ്രിൻ്റ് ആയതുകൊണ്ട് ഒട്ടും ചേരുന്നില്ല.
ഇനി രണ്ടാമതായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഞാനൊരു ഷ്രഗാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു വെസ്റ്റേൺ സ്റ്റൈലുള്ളൊരു ഷ്രഗാണ്. ഇതിൻ്റെ സ്ലീവൊക്കെ ഒരു പാണ്ട പ്രിൻ്റാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ഫോർമൽ വെയറായിട്ടാണ് ഇത് നിൽക്കുന്നത്. നമുക്കൊരു ബ്ലേസർ കോട്ട് പോലെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ സ്കേർട്ടാണെങ്കിൽ നല്ല പൂക്കളൊക്കെ ഉള്ള പ്രിൻസാണല്ലേ. അപ്പോൾ നമുക്കൊരു പാർട്ടി വെയറൊക്കെ ഇടാൻ പറ്റിയ ഒരു ഫോർമൽ ലുക്കല്ല, നമുക്കൊരു സാധാ കാഷ്വലായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളൊരു പൂക്കളൊക്കെ ഉള്ള പ്രിൻ്റാണ്. അപ്പോൾ അതിലേക്ക് ഈ ഒരു ഫോർമൽ പ്രിൻ്റുള്ള ഷ്രഗ് തീരെ മാച്ചല്ല. അപ്പം ആ ഒരു പാണ്ട പ്രിൻറ്റും അല്ലെങ്കിൽ അങ്ങനെ ഷോൾഡർ അത്ര ബ്രോഡായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു സ്ലിപ്പ് ഡ്രസ്സിലേക്ക് അതൊരു ലെയറായിട്ട് കൊടുക്കാമായിരുന്നു, പ്ലെയിൻ ഷ്രഗൊക്കെ ആയിരുന്നെങ്കിൽ. പക്ഷേ ഈ ഒരു കോട്ട് വന്നിട്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഇതൊരു ഫോർമൽ ലുക്കും നമ്മളെ ഡ്രസ്സ് വന്നിട്ട് ഒരു പാർട്ടി വെയർ ലുക്കൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ്, ഒന്ന് വെസ്റ്റേണും ഒന്ന് എത്നിക്കും ആയതുകൊണ്ട് രണ്ട് ടൈപ്പ് ഡ്രസ്സായതുകൊണ്ട് അതും തീരെ ചേരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള മൂന്നാമത്തെ ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് നല്ല പ്ലെയിനാണ്, പക്ഷേ ഇത് കുറച്ചൊരു സെമി ആയിട്ട് ഫോർമലായിട്ടൊക്കെ തോന്നും ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇതിലുള്ളതുകൊണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫുൾ സ്ലീവുള്ള സ്വെറ്റ് ഷർട്ട് വെച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊരു വൈറ്റിനേക്കാളും ഈ ഒരു പ്രിൻ്റ് ഡ്രസ്സിലേക്ക് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള പിങ്ക് ഫ്ലോറൽസ് ആണല്ലേ. അപ്പോൾ ഈ ഒരു പിങ്ക് കളർ സ്വെറ്റ് ഷർട്ടോ നല്ലൊരു ഫുൾ സ്ലീവ് ടീഷർട്ടൊക്കെയാണ് നമ്മളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇതൊരു നല്ലൊരു പിനഫോറൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയായിരുന്നു. ആൻഡ് ഞാനിവിടെ 2 ബെൽറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിൻറ്റഡ് ഡ്രസ്സല്ലേ, അപ്പോൾ പ്രിൻറ്റഡ് ബെൽറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രിൻറ്റഡ് ബെൽറ്റ് ഒട്ടും മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനൊരു വൈറ്റ് ബെൽറ്റ് ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം വൈറ്റ് ബെൽറ്റ് കൊടുത്തപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിങ്ങനൊരു ഡ്രസ്സായതുകൊണ്ട് ഇങ്ങനെ ഹാങ്ങറിൽ തൂക്കിയിടുന്ന സമയത്ത് അധികം ഭംഗിയൊന്നും തോന്നുന്നില്ല. എനിവേ ഈ ഒരു വൈറ്റ് ടീഷർട്ടിന് പകരം ഒരു പിങ്ക് ടീഷർട്ടാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കും. സോ ഹിജാബിന് നമുക്ക് 3 ചോയ്സാണ് ഇവിടെ ഉള്ളത് ഡ്രസ്സിൽ. ഒന്ന് വൈറ്റാണ്, ഒന്ന് നല്ല ഒരു റോസ് കളറാണ്, ഒന്ന് നല്ല ലൈറ്റ് പിങ്കാണ്, ബേബി പിങ്കാണ്. അപ്പോൾ വൈറ്റ് അധികം ഫേസ് ടാനൊന്നും ചേരാത്തതുകൊണ്ട് ഞാനിവിടെ നമ്മൾ റോസ് ഫ്ലവറിൻ്റെ അതേ റോസും എടുത്തിട്ടുണ്ട്, നല്ലൊരു ബേബി പിങ്ക് ഹിജാബും എടുത്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് വെച്ച് നോക്കിയപ്പം തോന്നിയത് ഈ ഒരു ബേബി പിങ്കാണ് ഒന്നും കൂടി ക്യൂട്ട് ആയിട്ട് തോന്നിയത്, ലൈറ്റ് പിങ്ക്. കാരണം നമ്മൾ റോസ് കളർ ഹിജാബ് കോട്ടൺ ആയതുകൊണ്ട് ഇത്തിരി ഫ്ലഫി ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ബേബി പിങ്ക് ജോർജറ്റ് ആയതുകൊണ്ട് നല്ല ഫ്ലോയി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഡ്രസ്സും ഒരു ജോർജറ്റ് ഷിഫോൺ ടൈപ്പ് ആയതുകൊണ്ട് ആ 2 മെറ്റീരിയലും തമ്മിലൊരു ചേർച്ച വരുന്നുണ്ട്. കളറിലും ഒക്കെ എനിക്ക് എൻ്റെ മുഖത്തിന് ചേർന്നതൊക്കെ കൂടെ ഞാൻ നോക്കിയപ്പം എനിക്ക് ഒരു ബേബി പിങ്ക് ഹിജാബാണ് ഇതിലേക്ക് ടോട്ടലായിട്ട് ഞാൻ സെലക്ട് ചെയ്ത ഔട്ട്ഫിറ്റ്. അപ്പോൾ കുറച്ചൊക്കെ എങ്ങനെയാണ് ഡ്രസ്സുകൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക, കളേഴ്സ് മാച്ച് ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.